ഹായ് ഹലോ നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. നമ്മൾ പല ലൊക്കേഷനിൽ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് പണ്ട് ഒരു 90s കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ചിരിപ്പിച്ചൊരു സിനിമയായിട്ട് സാദൃശ്യമുള്ളൊരു പേരാണ് മാനത്തെ കൊട്ടാരം. അതിൻ്റെ ലൊക്കേഷനിലാണ് ഇപ്പോൾ എന്നോടൊപ്പം ഇരിക്കുന്നത്. ഒരു ഫെമിലിയർ ആയിട്ടുള്ള സിനിമ സീരിയൽ താരമാണ് എന്നോടൊപ്പം ഉള്ളത്. സജിത മഠത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേച്ചി നമസ്കാരം. ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? എനിക്ക് തോന്നുന്നു ചേച്ചി എന്തോ ഉറക്കത്തിൻ്റെ ഇതിലായിരുന്നോ? നമസ്കാരം. ചേച്ചി, നമ്മൾ ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴും പല ലൊക്കേഷനിൽ പോകുമ്പോഴും ഇപ്പോൾ സിനിമയിലുള്ള ആൾക്കാരെയൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിലും വന്നപ്പോൾ ഒരു മോസ്റ്റ് സീനിയർ ആയിട്ടുള്ളൊരു ഒരു ചേച്ചിയും കൂടെ കാണാൻ സാധിച്ചു. പുള്ളിക്കാരിയുടെ എടുക്കാം. ഇപ്പം സൈ ചേച്ചിയെക്കുറിച്ച് പറയാനാണെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടൊരു ലോകത്ത് ചേച്ചി നല്ല രീതിയിൽ കുറേ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലേ. എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ചെയ്യുന്ന ഷട്ടർ എന്നുള്ളൊരു മൂവിയാണ്. അതിനകത്ത് ഷട്ടർ എന്ന ആ പേരിനോട് സാമ്യമുള്ള ഒരു കഥ അതിനകത്ത് കൊണ്ടുവന്നുള്ളതല്ലേ ചേച്ചി? അവിടും തുടങ്ങാം ചേച്ചി. നമുക്ക് എന്നിട്ട് മാനത്തെ കൊട്ടാരത്തിലേക്ക് വരാം. മൂവിയെ കുറിച്ച്. ഷട്ടർ അഭിനയിക്കുന്നത് ഞാൻ നാടകമാണ് പഠിച്ചത്, അഭിനയമാണ് പഠിച്ചത്. ജോയ് മാത്യു എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ എൻ്റെ സൂപ്പർ സീനിയറായിട്ട് കോഴിക്കോട് ആർട്സ് കോളേജിൽ പഠിച്ചതാണ്. ഞങ്ങൾ വളരെയധികം പരിചയമുണ്ട്. നാടകം അങ്ങനെയുള്ള രീതിയിലൊക്കെ നല്ല പരിചയമുണ്ട്. അപ്പം അദ്ദേഹം ഒരു പടം ചെയ്യുന്ന സമയത്ത് എന്നെ ക്ഷണിച്ചു അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കതിൽ യാതൊരു സിനിമ അഭിനയിക്കുക എന്നുള്ളത് എനിക്കൊരു മോഹമേ ആയിരുന്നില്ല. ആ കാലത്തായിരുന്നില്ല. ഞാൻ നാടകം ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതിൽ ആദ്യം അതൊരു സിനിമ, ഞാനതിനെ ഒരു വലിയൊരു പ്രോജക്റ്റായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ എന്തോ ഒരു പ്രോജക്റ്റ്, ജോയ് മാത്യുവിൻ്റെ എന്തോ ഒരു താല്പര്യത്തിലൊരു സാധനം ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് വലുതായി വന്ന് ലാൽ സാർ ജോയിൻ ചെയ്യുന്നു, ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്യുന്നു, അങ്ങനെ അതൊരു വലിയ പ്രോജക്റ്റ് ആവുന്നത്. അപ്പം എനിക്ക് കുറച്ച് പേടിയായി. അപ്പം ഞാൻ ജോയ് മാത്യുവിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കാസ്റ്റ് ചെയ്യണ്ട, നമുക്ക് വേറെ ആരെങ്കിലും. അന്ന് ലാൽ സാറും ശ്വേതാ മേനോനും ഒക്കെ ചേർന്നിട്ടുള്ള സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന സമയമായതുകൊണ്ട് ഞാൻ ജോയ് മാത്യുവിൻ്റെ അടുത്ത് പറഞ്ഞു, അവർ രണ്ടുപേരും ആയിരിക്കും കോമ്പിനേഷൻ നല്ലത്, ഞാൻ ചെയ്യുന്നതിനെക്കാട്ടും അറിയപ്പെടുന്ന ആൾക്കാർ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ജോയ്ക്ക് അതിൽ കുറച്ചും കൂടി അത്ര അറിയപ്പെടാത്ത ഒരാൾ വേണമായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ ഫെമിലിയർ അല്ലാത്ത ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ടായിരിക്കും എന്നെ കാസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുവരെ സിനിമ എൻ്റെ ഒരു ഫസ്റ്റ് പാഷനേ ആയിരുന്നില്ല. ഞാൻ അങ്ങനെ കുറേ സിനിമകൾ കാണുന്ന, സിനിമ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അന്നുമല്ല ഇന്നുമല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് പക്ഷെ സിനിമ ചെയ്യണം, നമുക്ക് കുറേ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള തോന്നലുണ്ടായി. അതാണ് ഷട്ടറോടുകൂടി. എനിക്കൊന്ന് വെച്ചാൽ ആ ഷട്ടറിലെ ആ ചേച്ചിയുടെ ആ ഒരു രംഗമാണ് ആ സിനിമയുടെ എൻഡ് വരെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു മനുഷ്യൻ രണ്ടുപേര് പെട്ടുപോകുന്ന ഒരു അവസ്ഥ, അത് കഥാപാത്രം ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആപ്റ്റാവുന്ന രീതിയിൽ ചേച്ചി അത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ചേച്ചിയെ തേടിയെത്തുകയും അത് ജോയ് സാർ കറക്റ്റായിട്ട് തരുകയും ചെയ്തു. പക്ഷേ ആ മൂവിയുടെ ഏറ്റവും വലിയ പാർട്ട് അത് തന്നെയായിരുന്നു. കാര്യം ആ ഒരു പോർഷനിൽ പോകുന്ന ലാൽ സാറും ചേച്ചിയായിട്ടുള്ള കോമ്പിനേഷൻ. അതിനുശേഷം കുറേ സിനിമകൾ ചെയ്തു അല്ലേ ചേച്ചി. ഇപ്പോൾ ഈ അമ്മ മീറ്റിങ്ങിനൊക്കെ പോകാറുണ്ടോ? അതിനകത്ത് അംഗത്വം എടുത്തിട്ടുണ്ടോ? മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എടുക്കാനായിട്ട്. അങ്ങനെയല്ല, ഞാൻ മെമ്പർഷിപ്പ് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുകയല്ലേ ചെയ്യാൻ. അങ്ങോട്ട് ആവശ്യപ്പെടുക അല്ല. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അഭിനയിക്കാൻ അങ്ങനൊന്നും ഇല്ലല്ലോ. എത്ര സിനിമ കഴിഞ്ഞാൽ എടുക്കണമെന്നുണ്ടോ? അങ്ങനെയില്ല. ചേച്ചിയുടെ ജീവിതകാലം, അതായത് ഈ നാടകത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാടുള്ള സംഭവമാണ് നാടകം. അത് പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പ്രോംപ്റ്റിങ്, അതിനകത്ത് തന്നെ പ്രോംപ്റ്റിംഗ് ഉണ്ട്, നാടകത്തിലും പ്രോംപ്റ്റിംഗ് ഉണ്ട് അറിയാം. എങ്കിൽ പോലും കുറച്ചും കൂടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോഴും ലൈവായിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്താണ് ചേച്ചി? ക്യാമറ ആക്ടിങ്ങും സ്റ്റേജ് ആക്ടിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതൊരു വലിയ ക്ലാസ് എടുക്കേണ്ട വിഷയമാണ്. അത് ഇങ്ങനെ ഇരുന്നൊരു ഇൻ്റർവ്യൂവിൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യത്യാസമുണ്ട്. അത് രണ്ടിൻ്റെതായിട്ടുള്ള മെച്ചവും ഗുണവുമുണ്ട്, രണ്ടിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. എനിക്ക് രണ്ട് രീതിയിൽ ഇഷ്ടമുള്ളതാണ്. തിയേറ്റർ ആക്ടിങ് ആകുമ്പം നമുക്കൊരു കഥാപാത്രമായിട്ട് പൂർണ്ണമായും തുടങ്ങി അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതിൽ കഥ പറയുന്നത് ആക്ടറാണ്. സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ ആക്ടേഴ്സ് പറയുകയാണെങ്കിൽ ടൂൾസാണ്. കഥ പറയാനുള്ള ഡയറക്ടറുടെയും അതേപോലെ എഡിറ്ററുടെയും ക്യാമറാമാൻ്റെ ഒക്കെ ഒരു ടൂളായിട്ടാണ് അവിടെ ആക്ടർ വർക്ക് ചെയ്യുന്നത്. അത് ആ വ്യത്യാസമുണ്ട് രണ്ടും ഇതുള്ളതെന്ന് പറയുന്നത്. അപ്പം പക്ഷെ രണ്ടിനും
ആക്ടർ എന്നുള്ള നിലയ്ക്ക് രണ്ടിലും നമുക്ക് അതിലൊരു ഫണ്ണുണ്ട്, ക്രിയേറ്റീവ്ലി നമ്മളതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. എനിക്ക് രണ്ട് മീഡിയവും ഇപ്പം എനിക്ക് രണ്ട് മീഡിയവും ഇഷ്ടം തന്നെയാണ്. ഇഷ്ടമായി അല്ലേ? നമ്മളിപ്പോൾ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുമ്പോൾ ചിലർ പ്രേക്ഷകർ ചോദിക്കും ഇത് എവിടെ നിന്ന് എടുക്കും. നമ്മൾ മാനത്തെ കൊട്ടാരത്തിൻ്റെ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചേച്ചി അതിനെക്കുറിച്ച് പറയാം, സീരിയലിനെ കുറിച്ച്. ഞാൻ എൻ്റെ ആദ്യത്തെ സീരിയലാണിത്. ഇത് അരോമ മൂവീസാണ് ഇത് ചെയ്യുന്നത്. അരോമ മൂവീസിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. അരോമ മൂവീസ് ചെയ്യുന്ന ആദ്യത്തെ സീരിയൽ പ്രൊഡക്ഷനാണിത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമുക്കറിയാം, പിന്നെ മെറിലാൻഡും അതേപോലെ ഉദയ സ്റ്റുഡിയോയ്ക്കൊക്കെ ശേഷം മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉള്ള നിർമ്മാതാക്കളാണ് പിന്നെ ഇവരെന്ന് പറയുക അരോമ മൂവീസ് എന്ന് പറയുന്നത്. അവരുടെയും സുനിത പ്രൊഡക്ഷൻ്റെയും അരോമ പ്രൊഡക്ഷൻ്റെയും ഒക്കെ തന്നെ ഒരു 10-15ഓളം പടങ്ങൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും വലുതായിട്ടുള്ളത്. സിബി സാറൊക്കെ ചെയ്തിട്ടുള്ള ദൂരെ ദൂരെ ഒരു കൂട്ടുകൂട്ട, അതിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അതേപോലെ പത്മരാജൻ സാറിൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം, അതും നാഷണൽ അവാർഡ് കിട്ടി. അങ്ങനെ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നിർമ്മാതാക്കളാണ് അരോമ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷനിൽ പങ്കെടുക്കാൻ പറ്റി, സീരിയൽ എന്നുള്ള നിലയ്ക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്.